ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ആത്മാവ് തന്നെ നിങ്ങളുടെ യജമാനൻ മറ്റാരാകും? നിങ്ങളുടെ ആത്മാവിനെ നന്നായി നിയന്ത്രിച്ചാൽ കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള ഒരു യജമാനെ നിങ്ങൾ നേടുന്നു. ബുദ്ധൻ. സ്വന്തം മനസ്സായി തന്നെ ഗുരു മറ്റാരാകും? ചിത്തം നിയന്ത്രിച്ചാൽ എളുപ്പത്തിൽ കിട്ടാത്ത ഗുരുവിനെ നേടും. ഇതിലെ പ്രചോദന കേന്ദ്രങ്ങൾ. സ്വയം നിയന്ത്രണം. എല്ലാ വിജയത്തിന്റെയും താക്കോൽ നമ്മുടെ കയ്യിലാണ്. സ്വയം നിയന്ത്രണം എന്ന നാഴികാണി കൊണ്ട് അളക്കുന്നു. നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യം നേടാൻ കഴിയും. ആത്മവിശ്വാസം. സ്വയം ഒരു ഗുരുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും വർദ്ധിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം പാതകൾ കണ്ടെത്താനുള്ള ചൈതന്യം കിട്ടുന്നു. ആന്തരിക ശക്തി. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ആന്തരിക ശക്തിയെ ഉണർത്താൻ കഴിയും. ഭയം, സംശയം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകളെ മറികടന്ന് പോസിറ്റീവായ ഊർജം സ്വയം സൃഷ്ടിക്കാൻ കഴിയും. പഠനത്തിന്റെ പര്യായം. ഓരോരുത്തരും ജീവിതകാലം മുഴുവൻ ശിഷ്യന്മാരാണ്. സ്വയം ഒരു ഗുരുവാണെന്ന് കരുതിയാൽ എല്ലാ അനുഭവങ്ങളും പഠനത്തിനുള്ള അവസരങ്ങളായിരിക്കുന്നു. മറ്റുള്ളവർ പറയുന്നതുകൊണ്ടല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിക്കുമ്പോൾ നേടുന്ന ജ്ഞാനം ശക്തമാകുന്നു. സ്വാതന്ത്ര്യം. സ്വയം നിയന്ത്രിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ കൈകളിലാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം നിയമങ്ങൾ കൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സന്തോഷത്തിന്റെ ഉറവിടം. യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, മറ്റുള്ളവരിൽ നിന്നോ ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്നോ അല്ല. സ്വയം നിയന്ത്രിക്കുമ്പോൾ മനസ്സിനെ ശാന്തമാക്കി സന്തോഷം കണ്ടെത്താൻ കഴിയും. സഹിഷ്ണുത. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ സഹിഷ്ണുതയും ക്ഷമയും വളരുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും നേരിടാനുള്ള ശക്തി ലഭിക്കുന്നു. കരുണ. സ്വയം നിയന്ത്രണത്തിലൂടെ മറ്റുള്ളവരോട് കൂടുതൽ കരുണയും സഹാനുഭൂതിയും കാണിക്കാൻ കഴിയും. അവരുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കാനും പൊറുക്കാനും സാധിക്കും. പൂർണ്ണതയിലേക്കുള്ള പാത. സ്വയം നിയന്ത്രണം ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു നിരന്തരമായ യാത്രയാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പൂർണ്ണതയിലേക്കുള്ള പാതയിലാണ് നമ്മൾ. ആത്മീയ ഉണർവ്. സ്വയം നിയന്ത്രണം ആത്മീയ ഉണർവിനുള്ള ഒരു മാർഗമാണ്. മനസ്സിനെ ശാന്തമാക്കി ആത്മാവിന്റെ ശബ്ദം കേൾക്കാനും ഉയർന്ന ആത്മീയ അവസ്ഥകളിലേക്ക് എത്തുവാനും സാധിക്കുന്നു. ഈ പ്രചോദന കേന്ദ്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ നാം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ പൂർണ്ണമായ കഴിവുകളെ പ്രകടിപ്പിക്കാനും കഴിയും. കേരളത്തിന്റെ ഉൾനാടുകളിൽ കാരത്തി എന്ന പെൺകുട്ടി ഒരു കൊച്ചുകുടിലിൽ താമസിച്ചിരുന്നു. പാടത്തുനിന്നും കിളിർത്ത വിളകളെയും മലകളുടെ പച്ചപ്പെട്ട് പുതച്ചൊഴുകുന്ന നദിയെയും കണ്ടുകൊണ്ടായിരുന്നു അവളുടെ ജീവിതം. എന്നാൽ കാരത്തിയുടെ മനസ്സ് പക്ഷികളെ പോലെ പറക്കാൻ വിശന്നുകൊണ്ടിരുന്നു. ലോകം കാണാനും വലിയ കാര്യങ്ങൾ നേടാനുമുള്ള ദാഹം അവളിൽ കത്തിജ്വലിച്ചു. പക്ഷേ പാവപ്പെട്ട കുടുംബത്തിലെ ജീവിതം ഒരു കൂടുപോലെ അവളെ വരിഞ്ഞു നിർത്തി. ഒരു ദിവസം തോരണങ്ങൾ നിറഞ്ഞൊഴുകുന്ന ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ വേദഗീത പാരായണം ചെയ്യുന്ന മഹർഷിയെ കണ്ടു കാരത്തി. ഓരോ വാക്കും തന്റെ ഹൃദയത്തിൽ തീപൊട്ടിച്ചു. ധൈര്യം സംഹരിച്ച് മഹർഷിയുടെ അരികിലേക്ക് ചെന്ന് തന്റെ ഇച്ഛകളും നിരാശകളും അവൾ തുറന്നു പറഞ്ഞു. ഒരു ദിവസം ഞാൻ ഈ ലോകത്തെ കാണും, ഇവിടെ നിന്നും പറന്നുയരും, കാരത്തി പറഞ്ഞു, കണ്ണുകളിൽ തിളയ്ക്കുന്ന നനവോടെ. മഹർഷി പുഞ്ചിരിച്ചു. കുഞ്ഞെ, പറന്നുയരാൻ ചിറകുകളല്ല, നിന്നെ നയിക്കുന്ന ഗുരുവാണ് ആവശ്യം. പക്ഷേ ആ ഗുരുവിനെ ലോകത്ത് എവിടെയും കണ്ടെത്തണമെന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിന്റെ സ്വന്തം മനസ്സിനെ നീ നിയന്ത്രിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഗുരുവിനെ നീ സ്വയം കണ്ടെത്തും. കാരത്തിക്ക് മനസ്സിലായില്ല, സ്വയം ഗുരു അതെങ്ങനെ സാധ്യമാകും? പക്ഷേ മഹർഷിയുടെ വാക്കുകൾ അവളിൽ ആഴത്തിൽ പതിഞ്ഞു. തിരിച്ചെത്തിയ കാരത്തി ദിവസവും ധ്യാനത്തിലിരുന്നു. കരളുണർത്തുന്ന ശ്വാസത്തിലൂടെ അവൾ തന്റെ മനസ്സിന്റെ കളവേറുകൾ തുറന്നു. എങ്ങനെ ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് നിയന്ത്രിക്കാൻ പഠിച്ചു. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. വിചാരങ്ങൾ കുതിരപ്പടയത്തെ പോലെ അലയും. പക്ഷേ കാരത്തി കീഴടങ്ങിയില്ല. ക്രമേണ അവൾ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. ദേഷ്യം, അസൂയ, നിരാശ ഒഴിഞ്ഞുപോയി. സ്ഥിരതയും ശാന്തിയും അവളിൽ നിറഞ്ഞു. ഈ മാനസിക ശക്തിയോടെ കാരത്തി പഠനത്തിൽ മുഴുകി. നിലാവിളക്കിന്റെ വെളിച്ചത്തിൽ വായിച്ചും എഴുതിയും സ്വയം വിദ്യാഭ്യാസം നേടി. രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന കവിതാ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
കോട്ടമതിലുകൾക്ക് പുറത്തേക്കുള്ള ലോകം കാണാൻ തന്റെ കഴിവ് തെളിയിക്കാൻ കാർത്തിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. മത്സര ദിവസം കൊട്ടാരത്തിന്റെ വിശാലമായ മുറ്റത്ത് കവികൾ ഒത്തുകൂടി. പ്രശസ്തരായ കവിയും രാജപുത്രനും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. കാരത്തി ഒരു കൊച്ചു പെൺകുട്ടിയായി മാത്രം കാണപ്പെട്ടു. പക്ഷേ അവളുടെ കണ്ണുകളിൽ തീയാളുന്ന ആത്മവിശ്വാസം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു. തന്റെ ഊഴം വന്നപ്പോൾ കാരത്തി ചുമച്ചു. അവൾ സംസാരിച്ചത് മഹർഷിയുടെ വാക്കുകളെ ധ്യാനിച്ചുകൊണ്ട് രചിച്ച കവിതയായിരുന്നു. സ്വന്തം മനസ്സ് ഗുരുവായി ഞാൻ പറന്നുയരുന്നു, കൂടുകൾ തകർത്ത് സ്വപ്നങ്ങൾ തേടുന്നു. ചിതകൾ നിയന്ത്രിച്ച് തിരമാലകൾ താണ്ടുന്നു, ലോകം കാണാൻ ഹൃദയം തുറന്നു പാടുന്നു. കാരത്തിയുടെ ശബ്ദം മന്ദമായിരുന്നു, പക്ഷേ അതിൽ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു. അവളുടെ വാക്കുകൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് പ്രകൃതിയുടെ മനോഹാരിതയും ജീവിതത്തിന്റെ സത്യങ്ങളും വരച്ചുകാട്ടി. രാജപുത്രൻ അവളുടെ കവിതയിൽ മതിമറന്നു. കവികൾ അവളുടെ കഴിവിനെ അഭിനന്ദിച്ചു. ആ മത്സരത്തിൽ കാരത്തി വിജയിച്ചില്ല, പക്ഷേ അവൾ ലോകത്തെ കാണുകയും തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. സ്വന്തം മനസ്സിനെ ഗുരുവാക്കി ചിറകുകളില്ലാതെ പറന്നു. കാരത്തിയുടെ കഥ നമുക്ക് പറഞ്ഞുതരുന്നത് സ്വയം നിയന്ത്രണത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തിയെക്കുറിച്ചാണ്. നമ്മുടെ ഏറ്റവും വലിയ ഗുരു നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഫോക്കസ് ചെയ്ത് പ്രയത്നത്തോടെ മുന്നോട്ടു പോയാൽ ഏത് ലക്ഷ്യവും നേടാം, ഏത് സ്വപ്നവും പറന്നുയരും. അതിനാൽ നമുക്ക് കാരത്തിയെ പോലെ സ്വയം ഗുരുവായി സ്വയം നയിക്കാം. നമ്മുടെ മനസ്സിന്റെ കൂട്ടിൽ നിന്നും പറന്നുയർന്ന് നമ്മുടെ പൂർണ്ണമായ കഴിവുകളെ പ്രകടിപ്പിക്കാം. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.